നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 1 ബുധൻ, മേടം 18. ഇന്ന് മെയ് ദിനമാണ്. എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിന ആശംസകൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിത്. ഇന്നലെ രാത്രിയും വാർത്താ സജീവമായിരുന്നു. ആലുവ കാലടിയിൽ ഗുണ്ടാ ആക്രമണമുണ്ടായി. മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ പി സുലൈമാൻ ഉൾപ്പെടെ 5 പേർക്ക് വെട്ടേറ്റു എന്നുള്ള വാർത്ത ഇന്നലെ രാത്രി പുറത്തു വന്നിരുന്നു. അതിൻ്റെ തുടർ വാർത്തകൾ എന്തായി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമില്ല. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുപോലെ പ്രേക്ഷകർക്കറിയാം, KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിയമ നടപടി തുടരാൻ ഉറച്ചു നിൽക്കുകയാണ് ഡ്രൈവർ യദു. ഇരുപക്ഷവും അവർ സ്വീകരിച്ച നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ അന്വേഷണം തുടരുന്നു. എന്തായി അതിൻ്റെ തുടർ വാർത്തകൾ എന്നുള്ള കാര്യവുമൊക്കെ വരും മണിക്കൂറിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 100 ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലുവ കാലടിയിൽ ഗുണ്ടാ ആക്രമണം. മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ പി സുലൈമാൻ ഉൾപ്പെടെ 5 പേർക്ക് വെട്ടേറ്റു. ആക്രമണം നടത്തിയത് കാറിലെത്തിയ 6 അംഗ സംഘം. സംഭവം ഇന്നലെ രാത്രി 10:30. സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമില്ല. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വേനൽ മഴ തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിയമ നടപടി തുടരാൻ ഉറച്ച് ഡ്രൈവർ യദു. മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് DGPക്ക് പരാതി നൽകും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന്റെ CCTV ക്യാമറകൾ ഇടിമിന്നലേറ്റ് നശിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിലെ സ്ട്രോങ് റൂമിന് സമീപം സ്ഥാപിച്ചിരുന്ന 10 CCTV ക്യാമറകളാണ് നശിച്ചത്. 8 ക്യാമറകൾ നന്നാക്കിയെന്നും 2 എണ്ണം ഇന്ന് ശരിയാക്കുമെന്നും അധികൃതർ. വയനാട്ടിലെ കമ്പമലയിലുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ UAPA ചുമത്തി. 4 അംഗ മാവോയിസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന മനോജാണ് തണ്ടർബോൾട്ടിന് നേരെ ആദ്യം വെടിയുതിർത്തതെന്ന് FIR. കണ്ടാലറിയാവുന്ന മറ്റുള്ളവരും സായുധരായിരുന്നുവെന്ന് പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ ഇന്ന് വീണ്ടും ഹാജരാകണം. തൊഴിലാളി ദിനമായതിനാൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്ന MM വർഗീസിന്റെ ആവശ്യം നിരസിച്ച് ED. ഇന്ന് ഹാജരായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി 2 നാൾ. സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലേക്ക്. അമേഠിയിൽ രാഹുലോ പ്രിയങ്കയോ മത്സരിക്കണമെന്ന ആവശ്യം ശക്തം. പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക. SNC ലാവ്ലിൻ കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കും. ഫെബ്രുവരി 6 കേസ് അവസാനമായി പരിഗണിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ദിനം കൂടിയാണ്. ജോലി ഭാരത്താൽ രാജ്യത്തെ 80% തൊഴിലാളികളും മാനസിക സംഘർഷങ്ങൾ നേരിടുന്നതായി പഠനങ്ങൾ. നിർമ്മിത ബുദ്ധി ലോകത്തെ 44% ജോലികളെയും ബാധിക്കുമെന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ട്. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. വയനാട് തെക്കുംതറയിൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ കിറ്റെത്തിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കിറ്റുകൾ കണ്ടെത്തിയ കേസിൽ ബിനീഷ് ചക്കരയെ പ്രതി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തു. കോട്ടയം വാകത്താനം നാലുനാക്കൽ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഈ മാസം 5, 6 തീയതികളിൽ നടക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഫാദർ വിജേഷ് ഫിലിപ്പ്, ഫാദർ ജുബിൻ കരിപ്പായിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ കുര്യാക്കോസ് ബേബി നേതൃത്വം നൽകും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കാക്കനാട് ഏരിയയും കോട്ടക്കൽ ആര്യവൈദ്യശാല ഹോസ്പിറ്റൽ തൃക്കാക്കരയും ചേർന്ന് ഇന്ന് മാനസികം അറ്റ് ക്ലിനിക്കൽ ലൈഫ് എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിക്കും. ഡോക്ടർ സാദത്ത് ദിനക്കാർ ഉദ്ഘാടനം ചെയ്യും.
കോട്ടയം പാമ്പാടി വെള്ളൂരിൽ യുവാവ് ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് വെള്ളൂർ സ്വദേശി ദീപു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ബന്ധുക്കൾ മോചിപ്പിച്ചു. സ്ത്രീകളടക്കമുള്ളവർ ചേർന്നാണ് പ്രതികളെ രക്ഷപ്പെടുത്തിയത്. വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം നീളുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ സുരക്ഷാ അനുമതി കിട്ടാത്തതാണ് പ്രവർത്തനം നീളുന്നതിന് കാരണം. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും ജലക്ഷാമം രൂക്ഷം. പ്രധാന ജലസ്രോതസ്സായ വാമനപുരം നദി വരണ്ടത് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെ ബാധിച്ചു. കൊല്ലം പുന്നല കറവൂർ റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. യാത്രക്കാർ ദുരിതത്തിൽ, അധികൃതർ ഇടപെടുന്നില്ല എന്ന് നാട്ടുകാർ. കോട്ടയം അക്കരപ്പാടം പാലം നിർമ്മാണം പൂർത്തിയാക്കി. സെപ്റ്റംബറിൽ പാലം നാടിന് സമർപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏല കർഷകർ പ്രതിസന്ധിയിൽ. 3000 ഹെക്ടറിലധികം ഏലം ഉണങ്ങി നശിച്ചു. മൂന്നാർ പഞ്ചായത്തിലെ മോഡുലർ ശുചിമുറികൾ ഉപയോഗശൂന്യം. പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ശുചിമുറികളാണ് പൂട്ടിക്കിടക്കുന്നത്. പെരിയവരക്കവല, ആറോക്കവല എന്നിവിടങ്ങളിലാണ് ശുചിമുറികൾ അടഞ്ഞുകിടക്കുന്നത്. തൊടുപുഴ നഗരത്തിൽ പാർക്കിങ്ങിന് ഇടമില്ല. നടപ്പാത കയ്യേറിയാണ് അനധികൃത പാർക്കിംഗ്. കണ്ണടച്ച് അധികൃതർ. തൃശൂർ കുന്നത്തേരി മേഖലയിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചതിന് പുറമെ കാട്ടുപന്നികൾ വ്യാപകമായി നാശനഷ്ടമുണ്ടാക്കുന്നതായി പരാതി. ചേര്യക്കര പാടത്തിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. വനപാലകരെയും പഞ്ചായത്തിനെയും വിവരമറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന് കർഷകർ. അന്തരിച്ച മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് VV പ്രകാശിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം എടക്കരയിൽ അനുസ്മരണ യോഗം നടന്നു. K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴയെ തുടർന്ന് ഡെങ്കിപ്പനി വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ഉഷ്ണതരംഗത്തിന്റെ നിലവിലെ സാഹചര്യവും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തേതും ബൃഹത്തായതുമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപക പരിശീലനം കേരളത്തിൽ തുടക്കമിടുന്നതായി മന്ത്രി V ശിവൻകുട്ടി മൊഡ്യൂൾ മൂന്നാറിൽ പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 31 വരെ നീണ്ടുനിൽക്കുന്ന പരിശീലനത്തിൽ 80,000 അധ്യാപകർ പങ്കെടുക്കും. തിരുവനന്തപുരം കല്ലമ്പലം അഴമല പാറ ഖനനം ചെയ്യാനുള്ള ക്വാറി മാഫിയയുടെ നീക്കത്തിന് അനുമതി നിഷേധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പ്രദേശത്ത് സമരം ശക്തമായതിനെ തുടർന്നാണ് നടപടി. കൊടുംവേനലിൽ ബത്തേരി നെൽപ്പാടങ്ങളിലെ പുഞ്ചകൃഷി കരിഞ്ഞുണങ്ങുന്നു. കണ്ണങ്കോട് നമ്പിക്കൊല്ലി പാടശേഖരങ്ങളിലാണ് നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നത്. നമ്പിക്കൊല്ലി പുഴയും വറ്റിയതോടെയാണ് കർഷകർ ദുരിതത്തിലായത്. നോക്കാം ഇനി പ്രധാന അറിയിപ്പുകൾ. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഈ മാസം 3 വരെ നീട്ടി. ഈ മാസത്തെ റേഷൻ വിതരണം 6-ാം തീയതി മുതൽ ആരംഭിക്കും. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രാവബോധ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 13 മുതൽ 17 വരെയാണ് ശില്പശാല. ഓരോ ദിവസവും 50 വിദ്യാർത്ഥികൾക്കാണ് അവസരം. വിശദമായ വിവരങ്ങൾക്ക് 0495 2430 939 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ അഭിജിത്ത് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഈ മാസം 7 മുതൽ 11 വരെ അവധിക്കാല കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. 7 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ഡ്രോയിംഗ് ടീച്ചർ തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെയും മറ്റന്നാളുമായി ജില്ലാ PSC ഓഫീസിലും ഈ മാസം 17-ന് കോഴിക്കോട് PSC ഓഫീസിലും നടക്കും. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളുമായി എത്തണം. പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കുന്നവർ കോട്ടയം DD ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആലുവ UC കോളേജിൽ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. ഈ മാസം 9-ന് മുമ്പ് അപേക്ഷ നൽകണം. ഈ മാസം 3 മുതൽ അധിക സർവീസുമായി കൊച്ചി മെട്രോ. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി തിരുനാൾ പ്രമാണിച്ചാണ് സർവീസ് സമയം നീട്ടിയത്. നോക്കാം ഇനി ദേശീയ വാർത്തകൾ.
ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പരിഷ്കരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മെയ് 7 പകരം മെയ് 25 പോളിംഗ് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര മണ്ഡലത്തിൽ ആനന്ദ് ശർമ്മ സ്ഥാനാർത്ഥിയാകും. മുംബൈ നോർത്തിൽ ഭൂഷൺ പാട്ടീൽ, ഹമീർപൂരിൽ സത്പാൽ റൈസദ എന്നിവർ സ്ഥാനാർത്ഥികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അയോധ്യ ക്ഷേത്രം സന്ദർശിക്കും. പൂജാ ചടങ്ങുകളിലും പങ്കെടുക്കും. കുബേർടീല, ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തും. കൊടും ചൂടിൽ വലഞ്ഞ പശ്ചിമ ബംഗാൾ. കലൈക്കുണ്ടയിൽ 47.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. രാജ്യത്ത് കഴിഞ്ഞ 7 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ കാട്ടുതീയുണ്ടായത് ഉത്തരാഖണ്ഡിലെന്ന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. 201 സ്ഥലങ്ങളിൽ കാട്ടുതീയുണ്ടായതായി റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ സേലത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 6 മരണം, 50-ലധികം പേർക്ക് പരിക്കേറ്റു. UAE-യുടെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. ഇന്ത്യയും ക്രൊയേഷ്യയും ഡൽഹിയിൽ വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ചയായി. ഛത്തീസ്ഗഡിന് മുന്നിൽ കീഴടങ്ങി. ഇവരുടെ പുനരധിവാസത്തിന് പ്രോത്സാഹനമായി 25,000 രൂപ വീതം നൽകി. ഒഡീഷയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. 2 നഗരങ്ങളിൽ ഉയർന്ന താപനില 46 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ വകുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളിലും BJP വിജയിക്കുമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. BJP അധികാരത്തിലെത്തിക്കാൻ ജാർഖണ്ഡിലെ ജനങ്ങൾ മനസ്സുറപ്പിച്ചുവെന്നും ഭജൻലാൽ ശർമ്മ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അസമിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. പ്രധാനമന്ത്രി നിരവധി തവണയാണ് അസം സന്ദർശിച്ചത്. ഗുവാഹത്തിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചതിന് 3 ബംഗ്ലാദേശ് പൗരന്മാർ അറസ്റ്റിൽ. അറസ്റ്റ് പട്രോളിംഗിനിടെ. രാജ്യാന്തര വാർത്തകൾ. ഇന്തോനേഷ്യയിലെ റുവാങ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. 12,000-ലധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ഷിയ പള്ളിയിൽ വെടിവെപ്പ്. 6 പേർ കൊല്ലപ്പെട്ടു. UAE-യിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ എല്ലായിടങ്ങളിലും മറ്റന്നാൾ രാവിലെ വരെ പരക്കെ മഴ ലഭിക്കും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഫിജിയിൽ ഭൂചലനം 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കെനിയയിൽ പ്രളയത്തിൽ ഡാം തകർന്ന് 50 മരണം. 50ഓളം പേരെ കാണാതായതായി വിവരം. ഗ്രേറ്റ് റിഫ്റ്റ് വാലി മേഖലയിലെ ഓൾഡ് കിജാബ ഡാമാണ് തകർന്നത്. ഹാഷ്മണി കേസിൽ ഗാഗോഡ് ലംഘിച്ചതിന് ഡൊണാൾഡ് ട്രംപിന് $9,000 പിഴ. സാക്ഷികളെയും ജൂറികളെയും പരസ്യ പ്രസ്താവന നടത്തുന്നതിൽ നിന്ന് വിലക്കിയ ഗാഗ് ഉത്തരവ് ലംഘിച്ചതിനാണ് നടപടി. പാകിസ്ഥാനിലെ സേവനം താൽക്കാലികമായി നിർത്തിവെച്ച് യൂബർ. അനുബന്ധ ബ്രാൻഡായ കരീം പ്രവർത്തനം തുടരും. UAE-യിൽ അടുത്ത മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ വിലയിൽ നേരിയ വർധന. പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലണ്ടൻ ഹൈനോൾഡ് ട്യൂബ് സ്റ്റേഷനിൽ യുവാവിന്റെ പരാക്രമം. 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 13 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. പ്രതി പിടിയിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. പ്രവാസി ഇന്ത്യക്കാരുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾക്ക് ഇളവ് നൽകി സെബി. ഗ്രൂപ്പ് കമ്പനികളിലെ നിഷ്ക്രിയ ഫറാറ്റുകളിലേക്ക് ഉയർന്ന എക്സ്പോഷർ അനുവദിക്കും. ആഡംബര ഭവന വിപണിയിൽ മുംബൈ ഒന്നാമത്. രാജ്യത്തെ മൊത്തം ആഡംബര ഭവനങ്ങളിൽ 40% മുംബൈയിലാണ്.
4 കോടി രൂപയ്ക്ക് മുകളിലുള്ള 1300 ഭവനങ്ങളാണ് 2024 ആദ്യ പാദത്തിൽ വിറ്റഴിച്ചതെന്ന് റിപ്പോർട്ട്. കനേഡിയൻ ഓയിൽ ഇറക്കുമതി ചെയ്യാൻ റിലയൻസ് ഇൻഡസ്ട്രീസ്. ഏഷ്യൻ റിഫൈനറികളോട് താൽപര്യം പ്രകടിപ്പിച്ച് കാനഡ. റിലയൻസിന്റെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനിംഗ് ആണിതെന്ന് വിലയിരുത്തൽ. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 2025 1000 കോടി നിക്ഷേപത്തിന് യൂക്കോ ബാങ്ക്. മുൻവർഷം ചെലവഴിച്ചത് 700 കോടിയെന്ന് മാനേജിംഗ് ഡയറക്ടർ അശ്വിനി കുമാർ. ജീവനക്കാരെ പിരിച്ചുവിട്ട് ആഗോള ടെക് ഭീമനായ ഗൂഗിൾ. പൈത്തൺ സെഷനിലെ മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട്. നടപടി ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി. അദാനി എനർജി സൊല്യൂഷൻസ് 4ാം പാദത്തിലെ അറ്റാദായത്തിൽ ഇടിവ്. 13% ഇടിഞ്ഞ് 381 കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 440 കോടി രൂപയായിരുന്നു. പ്രമുഖ നിക്ഷേപ സേവന സ്ഥാപനമായ ജിയോജിത്തിന്റെ മൊത്തം വരുമാനത്തിൽ വർധന. മുൻ സാമ്പത്തിക വർഷത്തിലെ 119 കോടിയിൽ നിന്നും 61% വർദ്ധിച്ച് 192 കോടി രൂപയായി. ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ ഇൻഡസ് ടവേഴ്സിന്റെ 4ാം പാദത്തിലെ അറ്റാദായത്തിൽ വർധന. അറ്റാദായം 32% ഉയർന്ന 1853 കോടി രൂപയായി. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഗാലക്സി F55 5G ഉടൻ വിപണിയിലേക്ക്. അടുത്തിടെ ചൈനയിൽ അരങ്ങേറ്റം കുറിച്ച ഗാലക്സി C55ന്റെ റീബ്രാൻഡഡ് പതിപ്പാണ് ഇത്. ഇന്ത്യയിൽ നിന്ന് ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസ് ഈ മാസം 15 വരെ നിർത്തിവെച്ച് എയർ ഇന്ത്യ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. നോക്കാം ഇനി കായിക വാർത്തകൾ. IPL-ൽ ജയം തുടരാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ആണ് എതിരാളികൾ. 2024 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം സഞ്ജു സാംസൺ ആശംസകൾ അറിയിച്ച രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. മന്ത്രി P രാജീവ്, KPCC അധ്യക്ഷൻ K സുധാകരൻ, ഷാഫി പറമ്പിൽ എന്നിവർ സഞ്ജുവിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി. 2020 ലോകകപ്പിനുള്ള അഫ്ഗാനിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചു. റാഷിദ് ഖാനാണ് നായകൻ. മുഹമ്മദ് നബി, റഹ്മാനുള്ള ഗുർബാസ്, നവീൻ ഉൽ ഹഖ് തുടങ്ങിയ സൂപ്പർ താരങ്ങളും ടീമിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ 2ാം സെമിയുടെ ആദ്യ പാദത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഇന്ന് PSG-യെ നേരിടും. രാത്രി 12:30 ബൊറൂസിയയുടെ മൈതാനത്താണ് മത്സരം. IPL-ൽ കളിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലണ്ട് താരങ്ങൾ പ്ലേ ഓഫിന് മുമ്പേ മടങ്ങും. ലോകകപ്പിന് മുമ്പ് പാകിസ്ഥാനെതിരെ നടക്കുന്ന 2020 പരമ്പര ഈ മാസം 22-ന് തുടങ്ങാനിരിക്കെയാണ് തീരുമാനം. തോമസ് കപ്പ് ബാഡ്മിന്റണിന്റെ ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്നിറങ്ങും. വൈകിട്ട് 5-ന് നടക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയാണ് എതിരാളികൾ. തായ്ലൻഡിനെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചതോടെ ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പേസർ ഹർഷീത് റാണയ്ക്ക് വിലക്ക്. മോശം പെരുമാറ്റത്തെ തുടർന്ന് താരത്തിന് ഒരു മത്സരത്തിൽ വിലക്കും മാച്ച് ഫീയുടെ 100% പിഴയും ചുമത്തി. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ടർബോയുടെ റിലീസ് ഡേറ്റ് പുറത്ത്. ചിത്രം ഈ മാസം 23-ന് തിയേറ്ററുകളിലെത്തും. മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ. അല്ലു അർജുൻ നായകനായെത്തുന്ന പുഷ്പ 2 എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം ഇന്ന് വൈകിട്ട് പുറത്തിറങ്ങും. ഗാനത്തിന്റെ പ്രൊമോ വീഡിയോ നേരത്തെ പുറത്തിറക്കിയിരുന്നു. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഈ മാസം 16-ന് തിയേറ്ററുകളിലേക്ക്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധാനം. കൊല്ലം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച M മുകേഷ് വീണ്ടും തന്റെ തട്ടകമായ അഭിനയ രംഗത്തെത്തി. MA നിഷാദ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിലാണ് മുകേഷ് എത്തുന്നത്. ഷൈൻ ടോം ചാക്കോ, കലാഭവൻ ഷാജോൺ, വിജയ് ബാബു, വാണി വിശ്വനാഥ് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തും. മോഹൻലാൽ നായകനായെത്തുന്ന പുതിയ ചിത്രത്തിലെ ചിത്രീകരണത്തിനിടെയുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ.
L360 എന്നാണ് ചിത്രത്തിന്റെ താൽക്കാലിക പേര്. തരുൺ മൂർത്തിയാണ് സംവിധാനം. നോക്കാം വൈറൽ ട്രെൻഡ്സ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു ടീച്ചർ. വീഡിയോ കാണാം. വൈറലായി കുട്ടിപ്പാട്ടുകാരി. പാട്ടേറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ഫാക്ട് ചെക്ക്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം എന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. എസ്കലേറ്ററിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം എന്ന തരത്തിൽ ചിത്രങ്ങൾ തെറ്റായി പ്രചരിക്കുന്നുണ്ട്. 2018 ഒക്ടോബറിൽ ഇറ്റാലിയൻ തലസ്ഥാനത്ത് റഷ്യൻ ഫുട്ബോൾ ആരാധകർ സഞ്ചരിച്ച എസ്കലേറ്റർ തകർന്ന ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. വേണാട് എക്സ്പ്രസിന്റെ പുതുക്കിയ സമയക്രമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. എറണാകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല. എറണാകുളം ജംഗ്ഷനിലെ നവീകരണം ചൂണ്ടിക്കാട്ടിയാണ് റെയിൽവേയുടെ തീരുമാനം. ഡൽഹിയിൽ വെടിവെപ്പ്. ഒരാൾക്ക് പരിക്കേറ്റു. വെടിവെപ്പിന്റെ കാരണം വ്യക്തമല്ല. പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നുവെന്ന് പോലീസ്. ജമ്മുകശ്മീരിൽ ഭൂചലനം 3.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ത്രിപുര അഗർത്തലയിൽ കമ്മ്യൂണിറ്റി ക്ലബ്ബ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റു മരിച്ചു. വെടിവെപ്പിന് ശേഷം അക്രമികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇസ്രായേലിന്റെ റഫ ആക്രമണത്തിന്റെ ദുരിതങ്ങൾ വാക്കുകളിൽ വിവരിക്കാനാവില്ലെന്ന് UN. ആക്രമണം അവസാനിപ്പിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഈ റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.